പത്മരാജന്റെ സംവിധാന സഹായിയായി കരിയർ ആരംഭിച്ചയാളാണ് ബ്ലെസ്സി. മമ്മൂട്ടിയെ നായകനാക്കി 2004-ൽ പുറത്തിറക്കിയ കാഴ്ചയിലൂടെയാണ് ബ്ലെസ്സി സ്വതന്ത്ര സംവിധായകനാകുന്നത്. 20 വർഷത്തെ കരിയറിൽ വെറും 8 സിനിമകൾ മാത്രമാണ് ബ്ലെസ്സി സംവിധാനം ചെയ്തത്. 2 തവണ മികച്ച സംവിധായകനുള്ള സംസ്ഥാന അവാർഡ് ബ്ലെസ്സി നേടിയിട്ടുണ്ട്. ആദ്യ ചിത്രത്തിന്റെ തിരക്കഥ എഴുതാൻ തന്നെ ഏറ്റവുമധികം പ്രോത്സാഹിപ്പിച്ചത് മമ്മൂട്ടിയാണെന്ന് പറയുകയാണ് ബ്ലെസ്സി. തിരക്കഥ എഴുതാൻ തനിക്ക് കഴിയുമെന്ന് തെളിയിച്ചത് കാഴ്ച എന്ന സിനിമയാണെന്നും മമ്മൂട്ടി എന്ന നടൻ ഇല്ലായിരുന്നെങ്കിൽ തന്മാത്രയും ആടുജീവിതവും ഒന്നും ഉണ്ടാകില്ലെന്ന് ബ്ലെസ്സി പറഞ്ഞു. 5 ദിവസം കൊണ്ട് കാഴ്ചയുടെ ഫസ്റ്റ് ഹാഫ് എഴുതി തീർത്തെന്നും അത് മമ്മൂട്ടിക്ക് വായിക്കാൻ കൊടുത്തിരുന്നെന്നും ബ്ലെസ്സി പറഞ്ഞു. മമ്മൂട്ടി അത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് വീണ്ടും എഴുതാനുള്ള കോൺഫിഡൻസ് വന്നതെന്നും കാഴ്ചയേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള തന്മാത്രയും ആടുജീവിതവും എഴുതാൻ തനിക്ക് കഴിഞ്ഞത് കാഴ്ച കാരണമാണെന്നും ബ്ലെസ്സി കൂട്ടിച്ചേർത്തു. എന്നാൽ മമ്മൂട്ടി അന്ന് സ്ക്രിപ്റ്റ് വായിച്ചു നോക്കിയിരുന്നില്ലെന്ന് പിന്നീട് തന്നോട് പറഞ്ഞിരുന്നുവെന്നും ബ്ലെസ്സി പറഞ്ഞു. സില്ലി മോങ്സ് മോളിവുഡിന് നൽകിയ അഭിമുഖത്തിലാണ് ബ്ലെസ്സി ഇക്കാര്യം പറഞ്ഞത്. മമ്മൂക്ക എന്ന ആളില്ലായിരുന്നെങ്കിൽ ആടുജീവിതം ഉണ്ടാകില്ല എന്ന് ഉറപ്പാണ്. ആടുജീവിതവും തന്മാത്രയും എന്നെക്കൊണ്ട് എഴുതാൻ പറ്റുമെന്ന് തെളിയിച്ചത് കാഴ്ചയാണ്. അന്ന് വേറെ ആരെയും തിരക്കഥ എഴുതാൻ ഏൽപ്പിക്കണ്ട എന്ന് മമ്മൂക്ക പറഞ്ഞതുകൊണ്ടാണ് കാഴ്ച ഞാൻ തന്നെ എഴുതിയത്. ഒരു സൂപ്പർ സ്റ്റാർ നമ്മൾ എഴുതുന്ന സ്ക്രിപ്റ്റിനു വേണ്ടി കാത്തിരിക്കുക എന്ന കാര്യം എനിക്ക് തന്ന കോൺഫിഡൻസ് ഉണ്ട്. 5 ദിവസം കൊണ്ട് ഫസ്റ്റ് ഹാഫ് എഴുതി തീർത്ത് മമ്മൂക്കയെ ഏൽപ്പിച്ചു. പുള്ളി അത് നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് വീണ്ടും എഴുതാൻ പറ്റിയത്. കാഴ്ചയേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയ കഥയാണ് തന്മാത്ര. അതൊക്കെ എന്നെക്കൊണ്ട് എഴുതാൻ സാധിച്ചത് കാഴ്ച കാരണമാണ്. പക്ഷെ അന്ന് ഞാൻ കൊടുത്ത സ്ക്രിപ്റ്റ് മമ്മൂക്ക വായിച്ചില്ലായിരുന്നു. 2 സീൻ മാത്രമേ പുള്ളി വായിച്ചുള്ളൂ. കാഴ്ച റിലീസായി 2 വർഷം കഴിഞ്ഞിട്ടാണ് ഇത് ഞാൻ അറിയുന്നത്, ബ്ലെസ്സി പറഞ്ഞു. കൂടുതൽ മീഡിയ വാർത്തകൾക്കായി ഈ ചാനൽ ഫോളോ ചെയ്യൂ.